പ്രപഞ്ചത്തിൻ്റെ ഈ ശിവന്റെയും ഇലാഹിൻ്റെയും പുത്രനാണ് നമ്മൾ. പുത്രൻ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ആ ശിവനും ഇലാഹും തന്നെയല്ല. അപ്പൊ ആ പ്രകാശം ജ്യോതി എവിടെ? നൂറുള്ള എവിടെ? അതാണ് മസ്തിഷ്കം. അതാണ് സൂറത്ത് 35 പറഞ്ഞു, അള്ളാഹു നൂറ് സമാവത്തി വല്ലറുളി, ആകാശഭൂമികൾ പ്രകാശമാണ് അള്ളാഹു. അതിൻ്റെ ഉപമ ഇതാ. എന്താണ് അതിൻ്റെ ഉപമ? ആകാശഭൂമി പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്കുമാടം, അതിലൊരു വിളക്ക് വെച്ചിരിക്കുന്നു. ഇതില് വിളക്കുമാടം ഏതാണ്? ഇതാ വിളക്കുമാടം, ഇതിൽ വിളക്ക് വെച്ചിരിക്കുന്നു. കണ്ടോ? വിളക്കുമാടും വിളക്കും കണ്ടില്ലേ? വിളക്ക് വെച്ചിരിക്കുന്നു. അത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയും. ഇത് വിദേശിയോ സ്വദേശിയോ അല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കപ്പെടുന്നു. ഏത് എണ്ണ കൊണ്ടാ? ഇത് വിദേശിയോ സ്വദേശിയോ എണ്ണാണോ? അല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കുന്നു. തീ സ്പർശിച്ചില്ലെങ്കിൽ പ്രകാശിക്കുമാറാകുന്നു. വെട്ടിത്തിളങ്ങുന്ന പ്രകാശം പോലെ അല്ലേ ഇത്? പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചവരെ, ഞാൻ ഖുർആൻ വാക്യങ്ങളാട്ടോ പറഞ്ഞേ, ഖുർആൻ അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. ഏതല്ലാഹു ഉദ്ദേശിച്ചവരെ ഇപ്പം നിങ്ങൾക്ക് അതിലേക്ക് മാർഗദർശനം നൽകാം? ഈ അള്ളാഹു ഉദ്ദേശിച്ചവർ. നിങ്ങൾ ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുന്ന പാരാ? ഏതല്ല? ഈ അള്ളാഹു. അവിടെ ബാബില്ല. അപ്പോൾ അഹമ്മദ് പോയില്ല, ബാബില്ല, നമ്മൾ ആരുമില്ല, പേരില്ലല്ലോ. നിങ്ങൾ അതല്ലേ നിങ്ങളെ പേര് ചോദിക്കാത്തതും വിളിക്കാത്തതും? പേരില്ല. അള്ളാഹു ആത്മാവാണ്. ആത്മാവായ അള്ളാഹുവാണ്. ബഷീറും സമീഉം അലീമും ഹയ്യുൽ ഖയ്യൂമായ അല്ലേ? എല്ലാം പ്രവർത്തിക്കുന്ന ഹയ്യുൽ ഖയ്യൂം, എല്ലാം പ്രവർത്തിക്കുന്ന അള്ളാഹു അല്ലേ?